ഒരു പൂന്തോട്ടം ആകുമ്പോഴേ ഒരു വെർട്ടിക്കൽ ഗാർഡൻ കൂടി ഉണ്ടെങ്കിലല്ലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. അങ്ങനെ എനിക്കുമുണ്ട് ഇവിടെ ഒരു ചെറിയ വെർട്ടിക്കൽ ഗാർഡൻ. പക്ഷേ ഇത് നമ്മൾ കസ്റ്റം മെയ്ഡാണ്. ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറയാം. നമ്മൾ വെളിയിൽ നിന്ന് വണ്ടി വരുമ്പോഴേ ഗേറ്റ് തുറക്കുമ്പോൾ ആദ്യം കാണുന്ന വ്യൂ ഇതാണ്, നമ്മുടെ ഈ വെർട്ടിക്കൽ ഗാർഡൻ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മുറ്റത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് തന്നെ പറയാം. പിന്നെ ഇവിടെ നല്ല ഷെയ്ഡാണ്, മാവിൻ്റെയും ജാതിയുടെയും ഒക്കെ ഷെയ്ഡ്. അതുകൊണ്ട് നമുക്ക് പൂക്കളുള്ള ഒരു ചെടി പോലും ഇവിടുത്തെ വെക്കാൻ പറ്റില്ല. നമ്മുടെ മാവും ജാതിയൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഇവിടെ സൂര്യപ്രകാശം വളരെ ലിമിറ്റഡ് ആയിട്ടാണ് വീഴുന്നത്. അതുകൊണ്ട് പൂക്കളുണ്ടാകുന്ന ഒരു ചെടി പോലും നമുക്കിവിടെ വെക്കാൻ പറ്റില്ല. പൂക്കളുണ്ടാകാത്ത അധിക സൺലൈറ്റ് വേണ്ടാത്ത ചെടികളൊക്കെയാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഇതിനാകുമ്പം വെള്ളവും വളവും മാത്രം മതി, സൺലൈറ്റ് വളരെ ലിമിറ്റഡ് ആണ്. നമ്മുടെ ഈ ഗാർഡൻ്റെ ഫ്രെയിം ഞാൻ ഈ മാവേൽ ചാരിയാണ് വെച്ചിരിക്കുന്നത്. ഈ ഫ്രെയിം വന്ന വഴി ഒരു കഥ തന്നെയാണ്, അതും പറയാം. ഈ വിക്കറ്റ് ഗേറ്റ് ഇടാനായിട്ടേ ഇവിടുത്തെ ഈ വോളും അതിൻ്റെ മുകളിലത്തെ ഗ്രില്ലും കട്ട് ചെയ്തു. ആ ഗ്രില്ല് നമ്മൾ നമ്മുടെ വെർട്ടിക്കൽ ഗാർഡനായിട്ട് മോഡിഫൈ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പാർട്സ് പറയാം. മെയിനായിട്ട് ഇതിനൊരു ഫ്രെയിമുണ്ട് ബാക്കിൽ, പിന്നെ ഓരോ ബക്കറ്റ്സാണ്. ആ ബക്കറ്റിനകത്ത് നമ്മൾ ചെടികളിങ്ങനെ ഓരോ ചട്ടികളിലെടുത്ത് വെച്ചിരിക്കുക. ഇതേ ഇങ്ങനെ. ഇത് പല ദിവസങ്ങളാകുമ്പോൾ ഞാൻ ഇതിനെ പലതും മാറ്റി മാറ്റി തിരിച്ചും മറിച്ചും ഒക്കെ വയ്ക്കും. ഏതെങ്കിലും ചെടി ചീത്തയാകുവാണെങ്കിൽ ഉടനെ ഇത് കാണാൻ ഇവിടെ ഷെയ്ഡുണ്ട്, ഇവിടുന്ന് മാറ്റി വേറെ സൈഡിലേക്ക് വയ്ക്കും. ഇതേ നമ്മുടെ ഈ ഓരോ ബക്കറ്റും ചെടിയോടുകൂടി നമുക്കിങ്ങനെ എടുത്തു മാറ്റാം. ഇതേ ഇതിൽ ഹുക്ക് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഹുക്കിൽ ഇങ്ങനെ 6 ബക്കറ്റ്സാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പം 1 by 1 ആയിട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം. നമ്മുടെ ഫ്രെയിം വർക്കും കാണിക്കാം. ഈ ഒരു ഗ്രില്ലിൽ നിന്ന് നമുക്കിങ്ങനെ ഓരോന്ന് ഊരിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ചെടിയോടുകൂടി നമുക്ക് ഇങ്ങനെ എടുക്കാം. കണ്ടേ, ഇത്രയേ ഉള്ളൂ സംഭവം. ബക്കറ്റ് ഫ്രീ ആണ്. അപ്പോൾ ഇതിനകത്തൊരു ഹോളും ഉണ്ട്. നമ്മൾ ഈ ചെടി ഇറക്കി ഇതിനകത്തോട്ട് വയ്ക്കും, എന്നിട്ട് വെള്ളം ഒഴിക്കും. അപ്പം എക്സസ് വെള്ളമെല്ലാം ഈ ഹോളിൽ കൂടെ താഴേക്ക് പോവുകയും ചെയ്യും. ഇല്ലേ, ഇവിടെ ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. ഇത് നമ്മുടെ സിമെൻറ്റിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന സാധനമാണ്. ഇപ്പോൾ പിടികിട്ടിയോ? നമ്മുടെ ബൗണ്ടറി വോളിലുണ്ടായിരുന്ന ഗ്രിൽ പോർഷനാണിത്. വിക്കറ്റ് ഗേറ്റ് വെക്കാനായിട്ട് നമ്മൾ ആ ഒരു ബൗണ്ടറി വോളിൻ്റെ പോർഷൻ കട്ട് ചെയ്തപ്പോൾ അതിന് മുകളിലിരുന്ന ഗ്രില്ലാണ്. ഇത് ഞാൻ ആർക്കും കൊടുത്തില്ല, ആക്രിക്കും കൊടുത്തില്ല, കളഞ്ഞുമില്ല. അപ്പോഴെടുത്ത് നമ്മൾ കസ്റ്റഡിയിലാക്കി. എന്നിട്ട് നമ്മുടെ റിനോവേഷൻ വർക്ക് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആമസോണിൽ നിന്ന് ഇങ്ങനെ ഉള്ള ബക്കറ്റുകളിവിടെ വാങ്ങിച്ചു. അങ്ങനെ ഗ്രില്ല് നമ്മുടെ കൈ കിട്ടി. പക്ഷേ ഇനി നമ്മളിതിനെ എവിടെ വെക്കും? അങ്ങനെ നിന്നപ്പോഴാണ് ഈ മാവിൻ്റെ ഈ 2 കവല ഞാൻ കണ്ടത്. പിന്നെ ഇവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചാരി വെച്ചു. അങ്ങനെ ഗ്രില്ലിനെ ഞാൻ ഇവിടെ ചാരി, അങ്ങനെ ഗ്രില്ലിനുള്ള പൊസിഷൻ കിട്ടി. അത് ഫിക്സ് ചെയ്തു. ഇനി ബക്കറ്റുകളാണ്. ഈ സ്പേസിന് കൂടെ ഇറങ്ങുന്ന ബക്കറ്റ് വേണം. സെയിം ടൈം നമുക്ക് യുണീക്കായിട്ട് ഒരേപോലെ നിൽക്കുകയും വേണം. കുറേ റിസർച്ചുകളൊക്കെ ചെയ്ത് ആമസോണിൽ നിന്നാണ് എനിക്ക് ഈ ഒരു ബക്കറ്റ് കിട്ടിയത്. പക്ഷേ ഇത് ഭയങ്കര നല്ലതായിരുന്നു. ഇതാണ് നമ്മുടെ ആ ബക്കറ്റ്. സിമ്പിളാണ്. ഞാൻ വാങ്ങിച്ചത് വൈറ്റ് കളറാണ്. ഒരു ഹാൻഡിലും ഉണ്ട്. ഇതിങ്ങനെ ചരിച്ചിട്ട് ഞാൻ ഈ ഹാൻഡിലിനെ ഇങ്ങനെ അങ്ങ് ഇറക്കും. എന്നിട്ട് നമ്മുടെ ചെടിയെടുത്ത് ഇവിടെ വയ്ക്കും. സോ ഇങ്ങനെ ഒന്ന്. അടുത്തത് ഗെയിൻ അടുത്ത ബക്കറ്റ് എടുത്തു. നമ്മളിങ്ങനെ ചരിച്ച് ഇവിടെ വെച്ചു. ദെൻ ചെടി ഇങ്ങനെ. അപ്പം പല ദിവസങ്ങളിൽ ഒരേപോലെ ചെടി ഇരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിനെയൊക്കെ മാറ്റി പ്ലേസ് ചെയ്യും. താഴെയുള്ളതിനെ മുകളിലുള്ളതിനെ താഴെയൊക്കെ ആക്കിയിടും. ഇനി നമ്മുടെ ഏറ്റവും ടോപ്പിലുള്ള ഗ്രില്ലിൽ തൂക്കുന്ന ബക്കറ്റാണ്. ഈ ഏറ്റവും ടോപ്പിൽ ഞാൻ എടുത്തിരിക്കുന്നത് നടുക്കുള്ള സെൻട്രൽ പോർഷനാണ് ഈ ബക്കറ്റ് തൂക്കുന്നത്. ഇവിടെ ഇങ്ങനെ നടുക്കോട്ട് ബക്കറ്റ് തൂക്കി, എന്നിട്ട് നല്ല ഏറ്റവും ബുഷിയായിട്ട് നിൽക്കുന്ന നല്ല ഒരു ചെടി ഇങ്ങനെ വെച്ചു.
ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ സെൻട്രൽ പോർഷനായിട്ട് വെച്ചിരിക്കുന്നത്. ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ സെൻട്രൽ പോർഷൻ. ബാക്കിയെല്ലാം ഒന്ന് താഴെ അങ്ങ് എക്സ്ട്രീം എൻഡ്, പിന്നെ ഈ എൻഡ്, പിന്നെ ആ എൻഡ്, ഈ എൻഡ്, അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. സോ എനിക്ക് നല്ലൊരു വെർട്ടിക്കൽ ഗാർഡനിങ് കിട്ടി. നമ്മൾ കളയാനിരുന്ന നമ്മളുടെ ഗ്രില്ല് ഞാനതിന് റീയൂസ് ചെയ്യുകയും ചെയ്തു. വലിയ കാറ്റും മഴയൊക്കെ വരുമ്പോഴേ ഇത് താഴെ വീഴാതിരിക്കാനായിട്ട് ഞാനിവനെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനൊരു കയറ് വെച്ച് കെട്ടി നിർത്തിയിരിക്കുക. ആ കയറ് ഈ കമ്പയിലോട്ട് വലിച്ചു കെട്ടിയിരിക്കുക. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്നൊരു കാറ്റോ മഴയോ വന്നാലൊന്നും ഇവന് ഒന്നും സംഭവിക്കില്ല. ഇത് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇതിൻ്റെ 2 എൻഡും ഉണ്ടല്ലോ, ഒന്ന് ആ സിമെൻറ്റിൽ കയറുന്ന എൻഡും ഒന്ന് നമ്മുടെ ഗ്രില്ലിൻ്റെ മോൾ പോർഷനും. അത് രണ്ടും ഈ മാവിൻ്റെ 2 കമ്പിൽ ഇങ്ങനെ ജാമാക്കി വെച്ചിരിക്കുക. സോ എല്ലാം കൂടെ ഇവർ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് തന്നെയാണ് നിർത്തിയിരിക്കുന്നത്. ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇത് നമ്മുടെ ഗ്രില്ല് സിമെൻറ്റുമായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിരുന്ന പോർഷനാണ്. അതിൻ്റെ ഒരു ടീ ജോയിൻറ്റും ഇവിടെയുണ്ട്. അങ്ങനെ ഒരു പോർഷൻ ഈ മാവിൻ്റെ ഈ കമ്പയിലും, അടുത്ത പോർഷൻ ഈ ഗ്രില്ല് ഈ മാവിൻ്റെ ഇവിടെയായിട്ട് ജാമാക്കി വെച്ചിരിക്കുക. അപ്പോൾ പെട്ടെന്നൊരു കാറ്റും മഴയൊന്നും വന്നാൽ ഇവനൊന്നും സംഭവിക്കില്ല. അത്ര സേഫ്റ്റി മെഷേഴ്സാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഒരു കാറ്റടിച്ചാലോ ഒരു ഫോഴ്സ്ഫുൾ എന്തെങ്കിലും ഒന്ന് വന്ന് വീണാലോ ഒന്നും പെട്ടെന്ന് ഇത് താഴേക്ക് വീഴില്ല. സോ അങ്ങനെ സേഫായിട്ട് എൻ്റെ വെർട്ടിക്കൽ ഗാർഡൻ ഈ മാവി ചാരി നിൽക്കുകയാണ്. ഇത് നമ്മളെ വെളിയിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ട് മഴ വന്നാൽ തന്നെത്താനെ വെള്ളം വീണോളും. അപ്പം മഴയുള്ള ദിവസങ്ങളിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. മഴയില്ലാത്ത ദിവസങ്ങളാണെങ്കിലോ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ താഴേക്ക് വരും. ഈ 1-2 എണ്ണത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഈ വെള്ളം വീണങ്ങ് നനഞ്ഞോളും. കാണണ്ടേ എങ്ങനെയാന്ന്? സോ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴേ ഈ മുകളിൽ ഒഴിച്ചാൽ മതി. എല്ലാത്തിലേക്കും വെള്ളം വീണോളും. താഴേക്ക് ഒഴിക്കേണ്ട ഒരാവശ്യമില്ല. മുകളിലത്തെ 1-2 എണ്ണത്തിന് ഒഴിച്ചാൽ മതി. ആ വെള്ളം ബാക്കിയുള്ള ട്രിപ്പ് ചെയ്ത് താഴോട്ട് വീഴും. സോ ഇവർക്ക് നമുക്ക് കുറച്ച് വളം കൊടുത്തേക്കാം. ഇവർക്ക് വെള്ളം ഒഴിക്കാനൊക്കെ നല്ല എളുപ്പമാണ്. കാരണം മുകളിൽ ഒഴിച്ചു കഴിഞ്ഞാൽ താഴേക്ക് ഇങ്ങനെ വെള്ളം പോരും. ഈ ചെടികൾ ഞാൻ കൂടെ മാറ്റി വയ്ക്കാറുണ്ട്. ഈ ലാസ്റ്റ് ചട്ടിയാണേലും നിലത്ത് മുട്ടാത്ത രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ചെടി ഉണ്ടായി താഴോട്ട് കിടന്നാലും അത് നിലത്ത് വരുമ്പോഴേക്കും ഞാനത് കട്ട് ചെയ്ത് കളയും.